LDF സർക്കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായതെന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. പാലത്തിന് നഗരസഭയുടെയും ഫണ്ട് വേണമെന്നും ടോൾ ഏർപ്പെടുത്തണമെന്നും പറഞ്ഞ ആളായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും ചെയർമാൻ പറഞ്ഞു. MLA ആയിരുന്ന ശ്രീ KV അബ്ദുൽ ഖാദർ ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം നമുക്ക് പണിയാം, അതിന് നഗരസഭയുടെ ഒരു വിഹിതത്തിൻ്റെയും ആവശ്യമില്ല എന്ന് മാത്രമല്ല ടോൾ പിരിക്കുക എന്നത് നമ്മുടെ നയവുമല്ല. അതുകൊണ്ട് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ പണവും ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി, ഗുരുവായൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നൽകും എന്ന് പറഞ്ഞു. 25 കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചു. 995 കഴിഞ്ഞ് 2025 എന്ന് പറഞ്ഞാൽ 30 കൊല്ലമാണ്. 30 കൊല്ലം കാത്തിരുന്ന് ഇടതുപക്ഷം കേരളം ഭരിച്ചതുകൊണ്ട് മാത്രമാണ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യം. വികസന മുന്നേറ്റ ജാഥയുടെ സമാപന ദിവസത്തെ പര്യടനം ചാമുണ്ടശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AS മനോജ് ജാഥയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചു. വിവിധ കക്ഷികളും ബഹുജന സംഘടനകളും ജാഥ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഹാരാർപ്പണം നടത്തി. ബുധനാഴ്ച വൈകിട്ട് ചിറ്റാട്ടുകര തിരുവിൽ നിന്ന് ആരംഭിച്ച ജാഥ ഇന്ന് വൈകിട്ട് 5-ന് കിഴക്കേനടയിൽ സമാപിക്കും. KK രാമചന്ദ്രൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.